നമ്മുടെ മലൻ ടി വിക്ക് വേറെ പ്രത്യേകിച്ച് വാർത്തകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഫുട്ബോളുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വാർത്ത വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഈ ഫോട്ടോ ഉണ്ടല്ലോ, ഈ കാണുന്ന ഇത് ഗോൾ അടിച്ചതിന് ശേഷം ഇദ്ദേഹം ആ ഗ്രൗണ്ടിൽ ആ ഒരു സന്തോഷം പങ്കിടുന്നത്, ഈ സുജൂതി ചെയ്യുന്നതിൻ്റെ ഒരു ഫോട്ടോ ആണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. ഇത് കണ്ടപ്പോഴത്തേക്ക് ഈ മലൻ ടി വിയിലെ കീടാണുക്കൾക്കെല്ലാം കൂടെ കുരുപൊട്ടിട്ട് ഇവന്മാർ കുത്തിയിരുന്നുകൊണ്ട് കൊണയടിക്കുന്നതെന്ന് കേട്ടാലാ. ലോകത്തിലെ ഫുട്ബോളിനെ പൂർണ്ണമായും ഇസ്ലാമികത വിഴുങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു കാലത്ത് റഷ്യയും ഇംഗ്ലണ്ടും സ്പെയിനും ഒക്കെ ആയിരുന്നു ഈറ്റില്ലമെങ്കിൽ ഇപ്പോൾ സൗദി അറേബ്യയും ഖത്തറും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ ലോകത്തെ ഫുട്ബോളുകൾക്ക് ഫണ്ട് ഇറക്കുന്നത്. അറബ് രാജ്യങ്ങളാണ്. എണ്ണപ്പണം കൊണ്ട് ലോകത്തിലെ ഫുട്ബോളിനെ പൂർണ്ണമായി അവർ കൈയടക്കിയിരിക്കുന്നു. ഫുട്ബോൾ ഇസ്ലാമികവൽക്കരിക്കുന്ന കാലം വിദൂരമല്ല. തീർന്നു. പലതരത്തിലുള്ള ജിഹാദുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫുട്ബോൾ ജിഹാദും കൂടെ വന്നിട്ടുണ്ട്. അതായത് ഫുട്ബോളിന് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അങ്ങോട്ട് വിഴുങ്ങിയേക്കുക. അതായത് ഇന്നലെ നമ്മുടെ മെസ്സി ഗോൾ അടിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ വിശ്വാസപ്രകാരം അദ്ദേഹം കുരിശു വരയ്ക്കും നമ്മളെല്ലാവരും കണ്ടു അല്ലേ. ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അവരുടെ ആ ഒരു സന്തോഷം പങ്കിടാൻ വരി ചിലപ്പോൾ സുജൂദ് ചെയ്യും, ചിലപ്പോൾ കുരിശു വരയ്ക്കും, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ വിശ്വാസപ്രകാരമുള്ള അവരുടെ ആരാധനകൾ എന്താണോ അത് ചെയ്യും. ഈ മലൻ ടി വി കീടാണുക്കൾക്ക് വല്ലാത്ത ചൊറിച്ചില. സത്യത്തിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഏറ്റവും വേഗം പൊളിച്ചു മാറ്റേണ്ട ഒരു ഒന്നാന്തര സെപ്റ്റി ടാങ്കാണ് ഈ കൂതറ ചാനലും ഇതിനകത്ത് വന്നിരിക്കുന്ന കൃമികീടനങ്ങളും. ഇതൊക്കെ നമ്മുടെ സർക്കാർ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നാലും അവൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അല്ലേ. ഇതിനുള്ളൊരു മറുപടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ തന്നെ കൊടുക്കുക. അതായിരിക്കും കുറച്ചുകൂടെ ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.